ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ക്രിസ്മസും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പം ഞങ്ങളുടെ മമ്മി ഇല്ലാത്ത ക്രിസ്മസാണ് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. കാരണം അവനൊരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് 2 വർഷമായി മമ്മി മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ആക്സിഡൻ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് റിക്കവറായിട്ട് വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒന്നിച്ചു കൂടി. അവന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് കൂടി സന്തോഷിക്കുകയാണ്. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫ്രണ്ട്സും ഞങ്ങൾ സഹോദരങ്ങളും അവൻ്റെ ചേച്ചിമാർ രണ്ടുപേരും എല്ലാവരും വന്ന് ഞങ്ങൾ കേക്ക് കട്ടൊക്കെ ചെയ്തു. കേക്കും വൈനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങളുടെ ഈ കൊച്ചു സന്തോഷത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളെല്ലാവരും ഉണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളും ഉണ്ടായിരിക്കണം. അപ്പം ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ പ്രയോജനമില്ലാതെ, അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പം കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു ഡാൻസ് പാട്ടുമൊക്കെ ഞങ്ങൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് പതിയെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി പുറത്തു നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പം ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ പഴയ കൗൺസിലറാണ് കേട്ടോ, ഓമന എന്ന ഞങ്ങളുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പിന്നെന്താ, ഇത് അറിയാമല്ലോ, എൻ്റെ മദർ ഇൻ ലോയാണ്. പിന്നെ എന്താ, ഇതാണ് എൻ്റെ സിസ്റ്റർ. അപ്പം പുള്ളിക്കാരി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ ബ്രദറിലാണ്. പിന്നെന്താ പറയുന്നത്, പുള്ളിക്കാരൻ സൗദി അറേബ്യയിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ കുഞ്ഞിലേ മുതലുള്ള ഫ്രണ്ടാണ്. പക്ഷേ ഈയിടെയാണ് അവർ വീണ്ടും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. വൈനൊക്കെ എല്ലാവരും കൂടെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പം നിങ്ങളെല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം കേട്ടോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. പിന്നെന്താ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം. പ്രത്യേകിച്ചും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരുവിധം മനസ്സിലായല്ലോ എൻ്റെ കുടുംബത്തേക്ക്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് പതിയെ കുറേശ്ശെയായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ സന്തോഷമൊക്കെ കണ്ട ഞങ്ങൾ 3 പേരും കൂടാണ്. ഇനി ഞങ്ങൾക്കൊരു സിസ്റ്ററുണ്ട്, പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് പുള്ളിക്കാരി വന്നിട്ടില്ല. ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ്. അപ്പം എന്താ പറയുക, അപ്പം ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ ഓർക്കുക. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ പള്ളിയിൽ പോയിരുന്നു. രാത്രി 12 മണിക്കായിരുന്നു മാസ്. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടോന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഫുൾ കാണണേ. വീഡിയോസൊക്കെ ഫുൾ കാണി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്മസും കൂടി കടന്നുപോയി. Thank you for watching my video. Please subscribe, like, comment. God bless you all. Love you all.